നമ്മുടെ നാട്ടിൽ ജനന മരണ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യയിൽ എവിടെ ഒരു ജനനം നടന്നാലും ഒരു മരണം നടന്നാലും അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യും. ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ. അങ്ങനെ നമ്മളിത് ചെയ്യുന്നത് സർവ്വസാധാരണമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണിത്. എന്നാൽ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന വാർത്ത സ്ഫോടനാത്മകമാണ്. ആ ഗ്രാമത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 1500 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കഴിഞ്ഞ 3 മാസത്തെ അവിടുത്തെ ജനന രജിസ്ട്രേഷനുകളുടെ എണ്ണം എടുത്തപ്പോൾ അധികൃതർ ഞെട്ടിപ്പോയി. 27,397 ജനനങ്ങളാണ്, കുട്ടികൾ ജനിച്ചതായിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ യവത്മാൽ ജില്ലയിലാണ് ഈ സംഭവം. യവത്മാലിലെ ആർണി താലൂക്കിൽ പെടുന്ന ഷെൻഡുർസാനി എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിട്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയാൻ എന്തായാലും CRS സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ 27,397 കുട്ടികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നവജാത ശിശുക്കളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഏതോ വിധത്തിൽ ഇവിടുത്തെ ഇതൊരു മാസീവ് സൈബർ ഫ്രോഡായിട്ടാണ് ഇതിനെ ഗവൺമെൻറ് കാണുന്നത്. മഹാരാഷ്ട്ര സർക്കാർ ഇതിൻ്റെ പുറത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ 1500 പേർ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ 27,397 കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അവിടുത്തെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് എന്തോ ഗുരുതരമായ പിഴവ് പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സൈബർ ലോകത്ത് ആരോ ഇവിടേക്ക് കടന്നു കയറി ഇതിൻ്റെ രജിസ്ട്രേഷൻ രീതികൾ ഉപയോഗിച്ച് ഇത്രയും കുട്ടികളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്തായാലും അവിടുത്തെ ഇത് ഉപയോഗിക്കുന്ന ഈ സംവിധാനം, അതായത് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഈ ജനനം രജിസ്റ്റർ ചെയ്യുന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം ഇപ്പോൾ കൃത്യമായി ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിലും ഒരു പരാതി വന്നിട്ടുണ്ട്. യവത്മാൽ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് BJPയുടെ കിരിത് സോമയ്യ എന്ന് പറയുന്ന MLA ആണ് പരാതി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം BJPയുടെ നേതാവാണ്, MLA അല്ല. അദ്ദേഹം ഈ ഗ്രാമത്തിലെത്തുകയും ആ നാട്ടുകാരോടും ഈ ഉദ്യോഗസ്ഥരോടുമൊക്കെ വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്ത ശേഷം മുഖ്യമന്ത്രി ഫട്നാവിസിനോട് ഫോണിൽ സംസാരിച്ച് വിവരങ്ങൾ ധരിപ്പിച്ച് ഇത് സംബന്ധിച്ച അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾ ഇത്രയും രജിസ്ട്രേഷൻ നടന്നത് ഏറിയ കൂറും വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാകാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുടെ കൈവശമുള്ള പാസ്വേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് എന്നും കിരിത് സോമയ്യ പറയുന്നു. ഈ പറഞ്ഞതുപോലെ കിരിത് സോമയ്യ കുറെ കൂടെ കൃത്യമായിട്ട് പറയുന്നു, ഈ കുട്ടികളുടെ പേരുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം ഇതൊന്നും സാധാരണ മഹാരാഷ്ട്രയിലുള്ളവർ കുട്ടികൾക്കിടുന്ന പേരുകളല്ല.
ഈ രജിസ്ട്രേഷൻ വിവരങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ ആരാണെന്നുള്ളത് നമ്മൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പറയും, അല്ലെങ്കിൽ രജിസ്ട്രേഷന് കൊടുക്കുമ്പോൾ ആ സമയത്ത് പറയും അച്ഛൻ്റെ പേര് ഇന്നതാണ്, അമ്മയുടെ പേര് ഇന്നതാണ്, അഡ്രസ്സ് ഇന്നതാണെന്നൊക്കെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് 99.99% ഈ റെക്കോർഡിലുള്ള ഈ പേരുകൾ മഹാരാഷ്ട്രയിലേതല്ല, ഇത് വെസ്റ്റ് ബംഗാളിലെയും UP-യിലെയും ഒക്കെയാണ്, അല്ലെങ്കിൽ അതിനടുത്തുള്ള പ്രദേശങ്ങളിലേതാണ് എന്ന് വളരെ കൃത്യമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ വിവരം മുഖ്യമന്ത്രി ഫട്നാവിസിനെ ഫോണിൽ വിളിച്ച് ധരിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനോട് കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ മുഴുവൻ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്യണം എന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗലായി നിയമവിരുദ്ധമായി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനും ഗവൺമെൻറ്റിന് കഴിയും. അതിൻ്റെ തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് പോകും എന്നാണ്. എന്തായാലും ഒരു പക്ഷേ ഈ രജിസ്റ്റർ ചെയ്യാൻ വൈകിപ്പോയ ആൾക്കാർ ചിലരെങ്ങനെയാണ് ഈ കുട്ടി ജനിച്ച് 10 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. നിയമം 10 ദിവസത്തിനകം ഈ വിവരങ്ങൾ തദ്ദേശ സ്ഥാപനത്തിന് കൈമാറണം. ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി, അതുപോലെ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ. നമ്മൾ ആ വിവരങ്ങൾ കൈമാറി. ഇപ്പോൾ ആശുപത്രിയിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ആ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് അതത് സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആരാണോ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് അവരുടെ അടുക്കിലേക്ക് എത്തും. ഇതിപ്പോൾ അങ്ങനെ അല്ലാതെ വീട്ടിൽ വെച്ചും കുട്ടികൾ ജനിക്കാം, പ്രസവം വീട്ടിൽ നടക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വീട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് അത് അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്നുള്ളത്. ഇവിടെ അത്തരത്തിൽ അറിയിക്കാൻ വൈകിയത് സംഭവങ്ങൾ ഉണ്ടാകാം. ഒരു പക്ഷേ അങ്ങനെ വന്ന ഒരു വർധനവാകാം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും BJP നേതാവ് കിരീട്ട് സോമയ്യ അംഗീകരിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്, ഇതൊരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല 7 മരണങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് അതിലെ രസം. ഈ 27,397 കുട്ടികൾ ജനിച്ചു എന്നത് മാത്രമല്ല 7 കുട്ടികൾ മരിച്ചതും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ, ഈ CRS എന്ന് പറയുന്ന ഈ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് ഈ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഡാറ്റ ഇതിനകത്തേക്ക് കടന്നുകൂടിയതാണോ, മറ്റേതെങ്കിലും സംസ്ഥാനത്തെയോ മറ്റേതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ഡാറ്റ ഇങ്ങോട്ടേക്ക് കടന്നു കയറിയതാണോ, ഇതൊക്കെ പരിശോധിക്കണം. അതിന് കമ്പ്യൂട്ടർ വിദഗ്ധരെ ഏർപ്പെടുത്തണം, അവരുടെ IT വിഭാഗത്തിൻ്റെ അന്വേഷണം വേണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രാമത്തിലെ ശരിയായ ജനസംഖ്യയ്ക്ക് ആനുപാതികമല്ലാതെ ഒരു വലിയ സംഖ്യ ഇവിടെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നു നവജാത ശിശുക്കളുടെ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ചിന്തനീയമായ വിഷയം. ഈ പറഞ്ഞതുപോലെ ഇത് ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസറും മറ്റ് അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. കാരണം ഇത് വളരെ പെട്ടെന്നാണ് ഈ വാർത്ത പരക്കുകയും മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ അത് വിവാദങ്ങൾ ഉണ്ടാക്കുകയും കോളിളക്കം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. മാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ ഇത് ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിഴവ് പറ്റിയത് എവിടെയാണ്? സോഫ്റ്റ്വെയറിൽ സംഭവിച്ച പിഴവാണോ, ഈ പറഞ്ഞതുപോലെ ഡാറ്റ കൈമാറിയപ്പോൾ വന്ന പിഴവാണോ, പേര് മാറിപ്പോയതാണോ, ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ഇട്ടപ്പോൾ കൊടുത്തപ്പോൾ മാറിപ്പോയതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ അതിനകത്തുണ്ട്. ആ സാധ്യതകളെല്ലാം പരിശോധിച്ച് വളരെ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കാനാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സൈബർ വിദഗ്ധർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സർക്കാർ പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് ഡിസംബർ 11-ാം തീയതിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം ആദ്യം പുറത്തു വന്നത്. അപ്പോൾ തുടങ്ങി പ്രാഥമികമായ തലങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഈ ഷെൻഡുർസാനി എന്ന് പറയുന്ന
പോലീസ് സ്റ്റേഷനിൽ അടക്കം അവിടുത്തെ ആ പോലീസ് സ്റ്റേഷനിലടക്കം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യവത്മാല സിറ്റി പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ സമക്ഷം പരാതി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉൾപ്പെടുന്ന ഒരു ടീം സമാന്തരമായി ഇത് അന്വേഷിക്കുന്നുമുണ്ട്. വരുന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇതിൻ്റെ കല്ലും നെല്ലും തിരിയും. എങ്ങനെയാണ് 1500 പേർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ 27,397 നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ നടന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം.